ഓട്ടോപ്സിയുടെ പ്രധാന ലക്ഷ്യം. വിശദമായി സംസാരിച്ചത് ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡോക്ടർ ഷെർലി പറഞ്ഞതുപോലെ തന്നെ ഈ മരണം എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നതാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള കാര്യങ്ങളിലേക്ക് കടന്നോ സംഘം? ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രാഥമികമായി ഇങ്ങനെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സാഹചര്യങ്ങളിൽ പോലീസിന് പൂർത്തിയാക്കേണ്ട നോർമൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിലേക്ക് മൃതദേഹ ഭാഗങ്ങൾ കയറ്റും. അപ്പോൾ ആ നടപടികളിലേക്കായിരിക്കും പോലീസ് ഇനി കടക്കുക. ഒരുപക്ഷെ ഒരു അരമണിക്കൂർ സമയം കൂടി ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. കാരണം ഏതാണ്ട് 2 മണിക്കൂർ സമയം ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് തന്നെ വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ കല്ലറ പൊളിക്കുക എന്ന അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് മാറ്റുന്ന നടപടികൾക്ക് കുറച്ചധിക സമയം വേണ്ടി വന്നു. അതുകൊണ്ട് അതിനുശേഷം മൃതദേഹം പുറത്തെടുത്ത് സ്ട്രെച്ചറിലേക്ക് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചധിക സമയം കൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വന്നേക്കാം. അതിനുശേഷം മാത്രമേ പുറത്തുള്ള ആംബുലൻസിലേക്ക് മാറ്റുകയുള്ളൂ. എന്തായാലും ആ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മൃതദേഹം മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണോ അതോ പരിശോധനകൾ ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പുറത്തെ ആംബുലൻസിലേക്ക് മാറ്റി അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വഴിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. പോലീസിന്റെ അകമ്പടിയിൽ തന്നെയായിരിക്കും ഈ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് എത്തുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം പുറത്തേക്ക് ഫോറൻസിക് സംഘത്തിൽപ്പെട്ട 2 പേർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി അവർ ശരീരം വൃത്തിയാക്കുകയാണ്, കൈകൾ വൃത്തിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ നടപടികൾ ഏതാണ്ട് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സൂചനകൾ തരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. വൈകാതെ തന്നെ അങ്ങനെയാണെങ്കിൽ മൃതദേഹം താൽക്കാലികമായി പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തുനിന്ന് സമാധി സ്ഥലത്തോട് ചേർന്ന് ഈ ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ആംബുലൻസിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിന് പ്രാഥമികമായി സ്വീകരിക്കേണ്ട എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം വിശദമായ ദേഹപരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഇനി അടുത്തതായി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാവും ചെയ്യുക. എന്തായാലും പോലീസ് വലിയ സുരക്ഷാ സന്നാഹത്തിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ രാവിലെ മുതൽ കാണുന്നത് പോലീസിൻ്റെ കർശനമായ ജാഗ്രത. ഒരു തരത്തിലും അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ ഉള്ള ശ്രമം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ഫോറൻസിക് പോലീസ് റവന്യൂ സംഘത്തെയെല്ലാം കാണാം. വളരെ ദൂരത്ത് നിന്ന് മാത്രമാണ് ഈ അവിടേക്കുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്താൻ പോലും മാധ്യമങ്ങൾക്ക് അനുമതിയുള്ളൂ. അത്ര കണ്ട് സുരക്ഷാ സന്നാഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മോശം സാഹചര്യങ്ങളെല്ലാം പോലീസിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ആ തരത്തിലൊന്നുമില്ല. ഇന്നലെ കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവ് ലഭിച്ചതോടുകൂടി കുടുംബത്തെ അടക്കം വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് സംഘത്തിന്. ഇപ്പോൾ ഇനി അടുത്തത് ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻ SP ശ്രീ KG സൈമൺ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൈമൺ, നമ്മൾ ഈ അടുത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമായിരുന്നു സമാധി. നരബലി നമ്മൾ ഒട്ടും കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. അത് കേരളത്തിൽ സംഭവിച്ചു. ഇപ്പോൾ ഒരു സമാധി. പക്ഷേ ഇതിൽ ആ കുടുംബത്തിൻ്റെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ കൂടിയ വിശ്വാസം, അന്ധമായ വിശ്വാസം, ഇതൊക്കെ ഒരു ഘടകമായിരുന്നു. ഒരു പുരോഗമന സമൂഹത്തിൽ ആ മരണത്തിലെ ദുരൂഹത നീക്കുക എന്നതാണ് പോലീസും നിയമ സംവിധാനവും ചെയ്യേണ്ടത്. അത് ഒരു കൃത്യമായ രീതിയിൽ തന്നെ നടത്താൻ ഈ ഒരു സിസ്റ്റത്തിന് കഴിഞ്ഞു എന്ന് താങ്കൾ വിശ്വസിക്കുന്നോ? അത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പം ആദ്യത്തെ ദിവസം പോലീസ് ചെന്നപ്പോഴോ ചെറിയ പ്രതിഷേധങ്ങളുണ്ടായി. സാധാരണ പോകുന്ന പോലെയാണ്
അങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്ന പ്രതീക്ഷയൊന്നും എന്താ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. അല്ല, അവർക്ക് പോലീസ് തോന്നി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയത്. സാധാരണ ഇങ്ങനത്തെ കേസ് ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഒരു കുടുംബക്കാരെയും അല്ലെങ്കിൽ അവരെല്ലാം വിളിച്ച് കേസിന്റെ ഡീറ്റെയിൽസ് വല്ല മരിച്ചതാണോ പോയതാണോ എന്ന് വ്യക്തമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് അവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ. അവരുടെ പെർമിഷൻ ഒന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചെയ്യാറുണ്ട് അങ്ങനെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് തന്നെ അവര് പോലീസ് അത് എക്സ്യൂം ചെയ്യാൻ തുടങ്ങി. കാരണം ഡെഡ് ബോഡി ആണല്ലോ, അതുകൊണ്ട് ലേറ്റ് ആവും തോറും അവരുടെ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ട് ആദ്യം ചെയ്യുന്നത് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ നടത്തി സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നടത്തിയിട്ട് അത് തന്നെ നമ്മൾ റിപ്പോർട്ട് കൊടുത്ത് ഇത് നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സംശയം വരുമ്പോൾ അവര് വളരെ വ്യക്തമായിട്ടുള്ള ആൻസറുകൾ അവർ പറയുന്നില്ല, വളരെ കൃത്യമായ ആൻസറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണോ സത്യമാണോ എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇനി പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇനി ഇൻവെസ്റ്റിഗേഷൻ കിടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഒരു ഭാഗം മാത്രമാണ് അതിന്റെ, ബാക്കിയുള്ള ഭാഗങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം അതിന്റെ സർക്കംസ്റ്റാൻസ്, പരിസ്ഥിതികളെ ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ, അതുപോലെ തന്നെ ഈ ടീം ഓഫ് ഡോക്ടേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ കഴിഞ്ഞുള്ള പിന്നീടുള്ള കൂടിവരവ്, പിന്നീടുള്ള ചർച്ചകൾ, ഇതൊക്കെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ടാണ്. വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സെൻസേഷന്റെ കേസാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ സെൻസേഷന്റെ കേസാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് സെൻസേഷൻ അല്ല, വളരെ കൃത്യമായി മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തമാശയായി പറയുന്നുണ്ട്, ഒരു മരണവും തമാശ പറയാനുള്ളൊരു അവസരമൊന്നും അല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇനി എന്തൊരു ക്രൈം നടന്നാലും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു മേൽമൂടിയൊക്കെ അതിലേക്ക് കൊണ്ടുവന്നാൽ സിസ്റ്റത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കും എന്നൊരു ആശങ്ക കൂടി വരുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവിടെ ഒരു ദിവ്യത്വമുണ്ട്, അതൊരു പാവനമായ സ്ഥലമാണ് എന്നൊക്കെയാണ്. അപ്പോൾ ആ കുടുംബത്തെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അതിന് പിന്തുണയുമായ ഒരു വലിയ സംഘം കൂടി വരുമ്പോൾ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുക. അപ്പോൾ ഈ കേസ് ആ തരത്തിൽ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും? അല്ല, എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നെന്ന് എനിക്കത്. ഞാൻ 10-37 വർഷമായിട്ട് ഞാൻ സർവീസ് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷെ ഈ പറഞ്ഞ സംഘടനകളൊന്നും തന്നെ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു അറിവിൽപ്പെട്ടോടത്തോളം അവരങ്ങനത്തെ ഒരു ആൾക്കാരൊന്നും അല്ല. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊന്നും തന്നെ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല. ഞാൻ തന്നെ പല കാര്യത്തിലും അവരൊക്കെ സംസാരിക്കുകയും ഞങ്ങൾ തന്നെ പല കാര്യത്തിലും സോൾവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടത് നിയമത്തിന് അനുകൂലമായിട്ട് പോകണം എന്ന് തന്നെയാണ് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കേസിന്റെ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത്ര. പക്ഷേ രണ്ടാമത് പറഞ്ഞതിലേക്ക് ഞാൻ വരാം, ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ വരാം. നിയമത്തിന് അതീതരല്ല ആരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ ആരെങ്കിലും നിയമത്തിന് അതീതരായി നിൽക്കുകയാണ്, നമ്മൾ എന്താണ് വിളിക്കുക, മറ്റുള്ള എന്താണ് നമ്മൾ വിളിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഒരിക്കലും ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിതയുള്ള രാജ്യത്തോ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തില് ഇപ്പം ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു മരണം രജിസ്റ്റർ ചെയ്യണമല്ലോ നമ്മള്. മരണം രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലുകാരാണ് കൊടുക്കുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ഇൻഡിവിഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലുകാരാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് സാക്ഷികൾ കംപ്ലീറ്റ് വേണം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് എടുത്ത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളോ തന്നെ അല്ല ഇതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഈ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് പറഞ്ഞു മനസ്സിലായിരുന്നു. ഞാൻ മനസ്സിലായി. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് നിലനിൽക്കുമ്പോഴും ഇവിടെ ഒരു നീതിന്യായ നിയമ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അതിന് അതീതരല്ല നമ്മളാരും. സ്വാഭാവികമായും അതിന്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സംശയവുമില്ല. അതെ 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 അതെ. ഈ കുടുംബം അവിടെ ആരോപിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ വരേണ്ടി വരും. അതായത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തോ തർക്കമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഈ ആളുകൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം വ്യക്തിപരമായ ചില വിരോധങ്ങളാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിലെ സംശയങ്ങൾ തീർക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യവുമാണല്ലോ. ഇപ്പോൾ ഒരാഴ്ചയായി, ഏതാണ്ട് വെള്ളിയാഴ്ചയാണ് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് വ്യാഴാഴ്ചയായല്ലോ.
അപ്പോൾ ആ തരത്തിൽ ഈ സമയം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? അത് ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളി തീർക്കുമോ? എങ്ങനെ സമയം? ഇപ്പൊ ഒരാഴ്ചയായല്ലോ ഈ മൃതദേഹം. അതെ, അത് ഞാൻ പറയുന്നത് ഈ ഒരാഴ്ച എന്നുള്ള സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത് എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവർ ഇന്നും ഒരു അലിഗേഷൻ ഉണ്ട്, ഇവരുണ്ടാക്കുന്ന അലിഗേഷൻ അങ്ങനെയല്ലല്ലോ അതിന് ചിന്തിക്കേണ്ടത്. നമ്മളത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഒന്നൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇത് നമ്മൾ മറ്റുള്ള കാര്യത്തിലേക്ക് വിടാതെ ഈ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്റ്റേറ്റിന്റെ എന്താ പറയാ, സ്റ്റേറ്റ് ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം ഇൻഡിവിജ്വലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ഒരു ക്രിമിനൽ കേസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മുടെ ഈ കേസുകളിലെല്ലാം തന്നെ സ്റ്റേറ്റ് ആണ് അതിന്റെ വാദിയായിട്ട് വരുന്നത്. അല്ലാതെ ഞാനിപ്പോ എനിക്കെന്തെങ്കിലും ഉണ്ടായാലും നിങ്ങൾക്കെന്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ മദറൊക്കെ സാക്ഷികളായിട്ട് വരുന്നുള്ളൂ. ഒരാൾ പിടിച്ചടിച്ചു, ഒരാൾ പിടിച്ചെന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ കാണുന്ന ഫാദറിന്റെ സാക്ഷിയായിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ അടുത്ത് പരാതിക്കാരൻ സ്റ്റേറ്റ് ആണ് ചാർജ് ചെയ്യുമ്പോൾ. അപ്പൊ സ്റ്റേറ്റ് നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് തന്നെ നോക്കേണ്ട കാര്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിന് അതൊക്കെ അനുസരിച്ചേ നമ്മൾ പറ്റുള്ളൂ. എത്രയാണ് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. ഇതൊന്നും വലിയ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. അത് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം വിശ്വാസം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും പരിഹാരക്രിയകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. എനിക്ക് അറിയത്തില്ല ഇതിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടായല്ലേ പറ്റുള്ളൂ. അത് പരിഹാരക്രിയ ചെയ്യാനോ കൊടുക്കുക. അതെ, വിശ്വാസത്തിലായാലും നിയമത്തിലായാലും എവിടെയായാലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരവും ഉണ്ടാവും സ്വാഭാവികമായും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്നിപ്പോ പോലീസ് സംഘത്തിന് കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇന്നലെ തൊട്ട് ഈ പ്രതിഷേധക്കാരൊന്നും ഇല്ല, ഇന്നലെ തൊട്ട് അതും വളരെ പോസിറ്റീവ് ആണല്ലേ? അതെ, വളരെ പോസിറ്റീവ്. ജനങ്ങൾക്ക് അറിയാം ഇതിനെപ്പറ്റി കാര്യം. പിന്നെ ഈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെച്ചോണ്ട് അതെല്ലാം ആ സംഘടന മാത്രം അഭിപ്രായമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരില്ല അവരൊന്നും എന്നുള്ള എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ടാവും, എങ്കിൽ പോലും അതിൻ്റെ അകത്ത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. വളരെ നന്ദി ശ്രീ KG സൈമൺ സംസാരിച്ചതിന്. ഒരുപാട് കേസുകൾ അന്വേഷിക്കുകയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കാണുകയും ചെയ്ത ആളാണ്. സ്വാഭാവികമായും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായകമായത് ഈ കുടുംബം വളരെ ഉറച്ച് വിശ്വസിക്കുന്നത് അദ്ദേഹം സമാധിയായി എന്നതാണ്. അതല്ലാതെ ഒരു മരണം സംഭവിച്ചു എന്ന് പറയാൻ കൂടി അവർ തയ്യാറാവുന്നില്ല എന്ന സാഹചര്യത്തിലായിരുന്നു പോലീസ് ഒരു വെല്ലുവിളി നേരിട്ടത്. അതിന് പിന്തുണയുമായി കുറച്ച് പേര് കൂടി എത്തിയതോടെ ഒരു ക്രമസമാധാന പ്രശ്നമാവുന്ന സാഹചര്യം വരെ എത്തി. അതൊക്കെ ഒട്ടും ആശാസ്യമായ കാര്യമായിരുന്നില്ല. എന്തായാലും ആ സംഭവത്തിൽ മുഴുവൻ ദുരൂഹതയും നീങ്ങേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ പോലീസ് സംഘം പോകുന്നത്. ഇപ്പോൾ ഡാൻ കുര്യൻ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഫോറൻസിക് സംഘം പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവരിൽ ഒരു വിഭാഗം, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിയ സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. മറ്റ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം പുറത്തേക്കെത്തും. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തന്നെയാകും നടക്കുക എന്ന കാര്യം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്വാസകോശം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ അദ്ദേഹം അവിടെ ഇരുന്നതിന് ശേഷമാണോ സമാധിയായത് അല്ലെങ്കിൽ മരണപ്പെട്ടത്, അതോ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരണം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തുകയും. ഈ കാര്യത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിലുള്ള ഉത്തരം വിശദമായ പരിശോധനയോടെ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളെ ഇനിയും അവരുടെ മൊഴി കൃത്യമായി 3 പേരെയും വെവ്വേറെയും ഒരുമിച്ചിരുത്തിയും അവരുടെ മൊഴിയെടുക്കും. അങ്ങനെ മൊഴിയെടുത്താൽ മാത്രമേ ഈ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ. ആദ്യം നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. മക്കൾ നൽകിയ ആദ്യം എല്ലാവരും ഒരേ മൊഴി നൽകുന്നു, രണ്ടാമത് വീണ്ടും വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഒരു മകൻ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇപ്പോൾ മനോരോഗ വിദഗ്ധൻ മനഃശാസ്ത്രജ്ഞൻ ശ്രീ രഘുനാഥ് പാറക്കലുണ്ട്. സർ, ഇപ്പം നമ്മൾ ഈ ഒരു മുഴുവൻ കേസ് എടുത്താൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ആ വീട്ടുകാർ ഒട്ടും അവർ കൺവിൻസ്ഡ് അല്ല ഇതൊരു
മരണം സംഭവിച്ചു. അവരിപ്പോഴും വിശ്വസിക്കുന്നത് അത് പരിപാവനമായ ഒരു ചടങ്ങായിരുന്നു എന്നതാണ്. അവരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഒരു സ്വാഭാവിക മരണമാണ്. ഒരു പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്തണം, അത് തെളിയിക്കണം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരെ സംബന്ധിച്ച് ഒരു മരണം നേരത്തെ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ